വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാടും നഗരവും ഒരുങ്ങുകയാണ്. വേർതിരിവില്ലാത്ത സംവാദമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് വെട്ടം ടെലിവിഷൻ. ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി വെട്ടം ടെലിവിഷൻ രാഷ്ട്രീയ സംവാദം ജനാധിപത്യം ആരംഭിക്കുന്നു. ഇന്ന് ജനാധിപത്യത്തിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി LDFനെ പ്രതിനിധീകരിച്ച് അഷ്കർ കോറാട്, അദ്ദേഹം നിലവിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, CPIMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. NDA പ്രതിനിധീകരിച്ചുകൊണ്ട് സുകുമാരൻ K, അദ്ദേഹം BJPയുടെ മുൻ മണ്ഡലം പ്രസിഡന്റാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നിലവിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF മുന്നണിയാണ്. അവരുടെ പ്രതിനിധികൾ എത്തിയിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എങ്കിലും നമ്മൾ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ജനാധിപത്യം. ആദ്യമായി അഷ്കർ കോറാടാണ്. അഷ്കർ സർ, നമ്മുടെ കേരളം എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ സാഗൂതം നിരീക്ഷിക്കുകയും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ്. ആ നിലയ്ക്ക് ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും നമുക്ക് ഈ കേരള സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും പ്രതിപാദിക്കാതെ കടന്നുപോകാൻ കഴിയില്ല. താങ്കളുടെ മുന്നണിയുടെ ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന ദേശീയ നയങ്ങളെ, സംസ്ഥാന ദേശീയ ഭരണത്തെക്കുറിച്ചിട്ടുള്ള താങ്കളുടെ പാർട്ടിയുടെ ഇടതുമുന്നണിയുടെ നിലപാടൊന്ന് വിശദീകരിക്കൂ. 5 മിനിറ്റ്. കേരളത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭ 9.5 വർഷം പിന്നിടുകയാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞത് ഏകദേശം 3/4 ഭാഗവും നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, സാധാരണക്കാരനാളുടെ വീടിൻ്റെ കാര്യത്തിലായാലും ശരി, വ്യവസായത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ആരോഗ്യ മേഖലയിലായാലും ശരി, എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണം 9 വർഷം പിന്നിടുന്നത്. ജനങ്ങളത് സൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് LDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം മൂന്നാമതും വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സംസ്ഥാനത്തുള്ളത്. നമുക്കൊക്കെ അറിയാം, സാധാരണക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. പെൻഷൻ സമ്പ്രദായം. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇത്രയും തുക പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കാരണം 1 രൂപ പോലും പെൻഡിങ് വെക്കാതെ ഈ മാസം 3600 രൂപ സാധാരണക്കാരൻ ആളുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. ഈ മാസം മുതൽ 2000 രൂപ വരെ പെൻഷൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വീടെന്നൊരു സ്വപ്നം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലടക്കം ഏകദേശം സംസ്ഥാനത്ത് 5.5 ലക്ഷം വീടുകളാണ് 4 ലക്ഷം രൂപ എന്ന പ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഹൈവേകൾ, ഒരു കാലത്ത് നമ്മുടെ ഹൈവേ UDFൻ്റെ ഭരണസമിതി നിർത്തിപ്പോയ ഒരവസ്ഥയിലായിരുന്നു നമ്മുടെ ഹൈവേയിലൊക്കെ, റോഡുകളൊക്കെ. ഇന്ന് ഹൈവേകളൊക്കെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇച്ഛാശക്തിയോട് കൂടിയുള്ള തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ ഹൈവേകൾ ഇന്ന് 4 വരി പാതയായിട്ട് നമ്മുടെ കണ്ണുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖല എടുത്തു നോക്കിയാൽ, എല്ലാ മേഖല ആരോഗ്യ ഹോസ്പിറ്റലുകളൊക്കെ എടുത്തു നോക്കിയാൽ ഇന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ 140 മണ്ഡലത്തിലും ഫണ്ടുകൾ ചെലവഴിച്ച്
വികസനത്തിൻ്റെ തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഈ ഒരു 9.5 വർഷം, അതിൻ്റെ മുന്നത്തെ വർഷം എടുത്തു നോക്കുമ്പോൾ ജനങ്ങൾ കൺകുളിർക്കെ കാണുകയാണ് വികസനം എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾ ഈ 9.5 വർഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു ഭരണമാണ് പിണറായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. വ്യവസായ മേഖലയിൽ നമ്മൾ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ തുടങ്ങിയ ഒരു സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് അത് കേരളമാണ്. എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മൈക്കിൽ കൂടെ പറയല്ല, കൺകുളിർക്കെ കാണുകയാണ്. 140 മണ്ഡലത്തിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വികസനം വരണമെന്ന് പിണറായിയുടെ ഉറച്ച തീരുമാനത്തിൻ്റെ, LDF ഗവൺമെൻറ് ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ വികസനങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കേരളത്തിന് ഫണ്ട് അനുവദിക്കാനുള്ളത്. സുപ്രീം കോടതിയിലടക്കം കേസ് നടത്തിയിട്ടാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ നിരക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്, BJP ഭരിക്കുന്ന NDA ഗവൺമെൻറ് നിരക്കിയിട്ട് പോലും സംസ്ഥാനത്ത് അത് പിടിച്ചു നിൽക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്. അതൊന്നും കിട്ടാതെ തന്നെയാണ് നമ്മൾ ഈ വികസനങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സർക്കാർ പറഞ്ഞതുപോലെ 2000 രൂപ പെൻഷൻ കൊടുക്കുന്നു. പെൻഡിങ്ങിൽ 1600 രൂപ കൊടുത്തു. 1 രൂപ പോലും പെൻഷൻ കൊടുക്കാൻ ഇന്നില്ല. ഇപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ വീട്ടിൽ അമ്മമാർക്ക് 35 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സായ ആളുകൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തുടങ്ങി വെച്ചു. അങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ സർക്കാർ നിലനിൽക്കണം, ഈ സർക്കാർ തുടരണം. അത് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം സംസ്ഥാനത്ത് ഭരണം പഞ്ചായത്ത് ഭരിക്കണമെങ്കിൽ LDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം എല്ലാ പഞ്ചായത്തിലും വരണമെന്നാണ്. ദേശീയ നിലപാടുകൾ കൂടി കൂട്ടിച്ചേർത്ത് വളരെ പെട്ടെന്ന് ദേശീയവുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്കറിയാലോ, ഇപ്പോൾ മോഡി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഭാഗത്തെ എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ട് ഏറ്റവും കിരാതമായ ഒരു ഭരണമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ന്യൂനപക്ഷ മേഖലയിലായിട്ടും മറ്റ് മേഖലയിലൊക്കെ ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഈ ഭരണം ഒരിക്കലും മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് ജനങ്ങൾ അസംതൃപ്തരാണ്. സുപ്രീം കോടതി പോലും പറയുന്നത് ഇതിനെതിരെയാണ്. ഇപ്പോൾ നമ്മുടെ ഗവർണർ അടക്കം നമ്മുടെ പല ബില്ലുകളും പിടിച്ചു വെച്ചിട്ട് നമ്മൾ സുപ്രീം കോടതിയിലടക്കം കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിനെ വളരെ ഞെരുക്കിക്കൊണ്ട് ഇവിടെ ഭരണം മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് സാമാന്യമായി നൽകേണ്ട തുകകൾ കേന്ദ്രവിഹിതം നൽകുന്നില്ല. കോടതി പോലും ഇടപെട്ടിട്ട് അതിന് തയ്യാറാകുന്നില്ല. മറ്റു തരത്തിൽ ദുഷ്ടലാക്കോടുകൂടി കേരളത്തെ ഞെരുക്കുന്ന ഒരു ഭരണമാണ് കേന്ദ്രം നടത്തുന്നതെന്നുള്ള ആക്ഷേപമാണ് LDFൻ്റെ പ്രതിനിധി അഷ്കർ കോറാട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അടുത്തതായി NDA പ്രതിനിധി സുകുമാരൻ K. അദ്ദേഹത്തിന് നിലപാടുകൾ, ഈ ദേശീയ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വിശദീകരിക്കും. 5 മിനിറ്റ്. നമസ്കാരം. ജനാധിപത്യം എന്ന പേരിൽ ഒരു ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദം സംഘടിപ്പിച്ചതിന് ആദ്യമായി NDA നന്ദി പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും NDA സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. 40 വർഷക്കാലം രാജ്യം ഭരിച്ച് മുടിച്ച ഒരു സാഹചര്യത്തിൽ ആ ഭരണത്തിന് ബദലായി ഒരു ഗവൺമെൻറ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ അവർ സമ്മതിദാന അവകാശം കൃത്യമായി ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് വഴി തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിച്ചിട്ടുള്ളത്. ചില ആളുകൾ കാണുന്ന പോലെ ഞങ്ങളാരും പാർലമെൻറ്റ് രാത്രി പൊളിച്ച് കയറി അള്ളൊന്നല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് പത്രിക നൽകി കൃത്യമായ അജണ്ട മുന്നോട്ട് വെച്ച് ആ കാര്യം മുന്നോട്ട് വെച്ച് വോട്ട് ചോദിച്ച് അധികാരത്തിലേറിയ സർക്കാരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. NDA സംബന്ധിച്ച് BJP സംബന്ധിച്ച് ആരോടുമില്ല പ്രീണനം,
എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ് കാഴ്ചപ്പാട്. നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തെ അധികാരത്തിന് മുമ്പ് 60,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. 12,800 ഗ്രാമങ്ങളിൽ കുടിവെള്ളമില്ല. ഒരു വ്യക്തിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ വികസന പദ്ധതികളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് കേന്ദ്ര തലത്തിൽ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, കേരളം വികസിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. കേരളം അത്ര മോശപ്പെട്ട ഒരു സംസ്ഥാനമൊന്നുമല്ല. കേരളം വികസിക്കാൻ നിരവധി സാധ്യതകളും കാരണങ്ങളുമുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അത് കൃത്യമായി കേരളത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ, ആ അന്ധമായ രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ചുകൊണ്ട് സുതാര്യമായി ജനകീയമായ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഇനിയും മുന്നോട്ട് പോകണം, ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. നമുക്കറിയാം, എൻ്റെ പഞ്ചായത്തിലടക്കം 2,600 ആളുകൾ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട്. 840 ആളുകൾക്ക് ഉജ്ജ്വൽ യോജന വഴി സൗജന്യ പാചകവാതകം കിട്ടുന്നുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ ഓരോ ഗ്രാമത്തിലും എത്തിയിരിക്കുകയാണ്. ഇവിടെ അല്പം മുമ്പ് പറഞ്ഞ പോലെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിടിച്ച് ഞെരുക്കൽ എൻ്റെ സമീപനമല്ല. ഒരു പദ്ധതിക്ക് പണം കിട്ടണമെങ്കിൽ അത് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ നൽകിയിട്ട് പണം കിട്ടാതെ വരുമ്പോൾ നമുക്കത് ആലോചിക്കാം. NDA കേരളത്തിൻ്റെ വികസനത്തിന് എതിരല്ല. കേരളം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് NDA, മുന്നണി NDA. അതുകൊണ്ട് രാജ്യവും കേരളവും മാറണം. ആ രാജ്യവും കേരളവും മാറണമെങ്കിൽ സുസ്ഥിരമായ വികസനം ഉണ്ടാകണം, കൃത്യമായ ശക്തമായ ഭരണകൂടം ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ താഴെ തട്ടിൽ എത്തിക്കാനുള്ള കൃത്യമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ട് ഒഴൂർ കോടി വികസിക്കണം എന്നുള്ളത് തന്നെയാണ് NDAയുടെ കാഴ്ചപ്പാട്. 2 മുന്നണികൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ 2 മുന്നണികൾ ഉണ്ടാക്കിയ ദുരന്തം മറികടന്നുകൊണ്ട് കേരളത്തെയും ഒഴൂരിനെയും രക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സംജാതമായിട്ടുണ്ട്. ചിന്തിക്കുന്ന ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വേർതിരിവില്ലാത്ത വികസനമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുഖമുദ്ര എന്നും, അങ്ങനെ നൽകുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കാതെ അത് ഫലപ്രദമായി നാട്ടിൽ നടപ്പിലാക്കാതെ പാഴാക്കിക്കളയുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ ചെയ്യുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അടുത്തായി ചോദ്യങ്ങളുടെ സെഗ്മെൻ്റാണ്. ചോദ്യങ്ങളുടെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അഷ്കർ കോറാടിനോട്, LDF പ്രതിനിധിയോട് NDA പ്രതിനിധികൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. 2 ചോദ്യങ്ങളാണ് ചോദിക്കാൻ കഴിയുക. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 വകുപ്പുകളാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, ആഭ്യന്തരം. ഈ 3 വകുപ്പുകളിലും 2 ചോദ്യമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ കുത്തഴിഞ്ഞ ആരോഗ്യ മേഖലയെപ്പറ്റി എന്താണ് LDF പ്രതിനിധിക്ക് വിശദീകരിക്കാനുള്ളത്? അതേപോലെ ആഭ്യന്തരം എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഈ ശബരിമലയിലൊക്കെ കാണിക്കുന്നത് എന്താണ്? ഞെന്നെ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുമോ ഈ കോടതി ഇടപെട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ശബരിമല കേസ് ഏതെങ്കിലും വിധത്തിൽ തെളിയിക്കാൻ സാധിക്കുമായിരുന്നു? ആരോഗ്യ മേഖലയിലും ആഭ്യന്തരം 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ സംസ്ഥാന തലത്തിൽ അത് തകർന്നു കിടക്കുകയാണ്. പല കുറ്റകൃത്യങ്ങളും പെരുകുന്നു. ആരോഗ്യ മേഖലയും തകരുകയാണ്. എൻ്റെ സുഹൃത്ത് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദിച്ചത്. സുഹൃത്ത് കേരളത്തിൽ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് എന്താണൊരു കുറ്റമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ഏറ്റവും ഉപയോഗപ്പെടുത്താവുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയ്ക്ക് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ശരി, മെഡിക്കൽ കോളേജുകളായാലും ശരി, താലൂക്ക് ഹോസ്പിറ്റലുകളായാലും ശരി,
ഫണ്ടുകൾ യഥേഷ്ടം ചെലവഴിക്കുന്നത്. അവിടെയൊക്കെ ഒരു രോഗിക്ക് വേണ്ട പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണേലും അപാകത എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ നോക്കിയിട്ടും ഒരു അപാകത കാണുന്നില്ല. ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല രീതിയിലുള്ള ആരോഗ്യ മേഖലയിലുള്ള സംവിധാനമാണ് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പല സംസ്ഥാനത്തും നിന്നും പോലും നമ്മൾ ആരോഗ്യ മേഖലയെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ ആളുകളാണ് നമ്മളെ കേരളത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖല എല്ലാ മേഖലയും ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കാം. അതാവും എൻ്റെ സുഹൃത്ത് സൂചിപ്പിക്കുന്നത്. അതിൽ നമ്മൾ ഗവൺമെൻറ് ഉത്തരവാദികളല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടി എടുത്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് പോയിട്ടുണ്ട്. അതാണ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാജയം ഉണ്ടായിട്ടില്ല. അതിനെ യുക്തമായ നടപടി എടുക്കണമെന്ന് ആഭ്യന്തര മന്ത്രിയും ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചതാണ്. തെറ്റാര് ചെയ്താലും അവരെ ശിക്ഷിക്കപ്പെടണം. ഒരു നടപടിയിലേക്കും ഗവൺമെൻറ് പോയിട്ടില്ല. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് അതിനുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതികളെന്ന് നമുക്ക് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയും അതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം. അതാരായാലും ശരി. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, NDA പ്രതിനിധികൾക്ക് രണ്ടാമത്തെ ചോദ്യം. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ മേഖല നിങ്ങൾ വളരെ ഉത്തമമാണെന്ന് പറഞ്ഞാൽ നമ്മളെ കരിയപ്പാറിനെ സംബന്ധിച്ചിടത്തോളം പറപ്പാറത്തൂർ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള റോഡിൻ്റെ അവസ്ഥകൾ, പറപ്പാറപ്പുറത്ത് നിന്നും പെട്ടെന്ന് തിരൂരിക്ക് പോകണമെന്ന് പറഞ്ഞാൽ വൈലത്തൂരെത്തിയുള്ള ഗതാഗത കുടുക്ക് ഇന്ന് വരെ പരിഹരിക്കാൻ നമ്മളെ ആളുകൾ കഴിഞ്ഞിട്ടില്ല. മണിക്കൂർ കണക്കിനാണ് ഗതാഗതത്തിൽ നമ്മൾ വൈലത്തൂർ പെട്ടുകൊണ്ടിരിക്കുന്നത്. വൈലത്തൂരത്തെ ഗതാഗതം നമ്മളെ MLA കയറി കഴിഞ്ഞാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കും, നമുക്കായി കൂടി ബൈപ്പാസ് ചെയ്യാനായിട്ട് ഇത്ര കാലമായിട്ടും നമുക്ക് കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ വൈലത്തൂർ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് വൈലത്തൂരുമായി സംബന്ധിക്കുന്ന ആൾക്കാർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. പയ്യനങ്ങാടിലെത്തിയാലും അറിയാം പയ്യനാടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അതും കൂടെ തീരുതാം. ഗതാഗതക്കുരുക്കുകൾ, നമ്മുടെ റോഡുകൾ വികസിക്കാത്തത്, അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പെട്ടെന്ന് മറുപടി. താനൂർ നിയോജകമണ്ഡലത്തിൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യനും അത് വിശ്വസിക്കില്ല. കാരണം നമ്മുടെ MLA വി അബ്ദുറഹ്മാൻ വന്നതിന് ശേഷം താനൂർ 2000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ മാത്രം നടപ്പിലാക്കിയത്. ഏകദേശം നമ്മൾ ഒഴൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 185 കോടി രൂപ ഈ 9.5 വർഷം കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേശം 85 കോടി രൂപ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചല്ലോ, പറപ്പാറപ്പുറം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, റോഡുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം എന്തായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ. ഇതിൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാലോ. വി അബ്ദുറഹ്മാൻ MLA ആയി വന്നതിന് ശേഷമല്ലേ ആ ഹോസ്പിറ്റൽ ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ളൊരു കെട്ടിടമാക്കി മാറ്റിയത്. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിലേക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഫണ്ട് അനുവദിച്ച ഒരു MLA ആണ് വി അബ്ദുറഹ്മാൻ. അവിടെ ഭരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ UDF ആണ്, കോൺഗ്രസും ലീഗുമാണ്. അവർക്കുമുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, രാജ്യസഭ MP ഉണ്ട്, ഒരു MP ഉണ്ട്. എന്തേ കരിങ്കപ്പാറ റോഡിന് മാത്രം ഇത്തരം ഒരു ശോചനീയാവസ്ഥ വരാനുള്ള കാരണം മറുപടി പറയേണ്ടത് ഇവിടെ വരേണ്ട വികസനം ചർച്ച ചെയ്യേണ്ട മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വമാണ്. എന്നാലും ശരി, MLA നിങ്ങൾ പറഞ്ഞ റോഡിന് 10 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടിയായി അതിൻ്റെ എലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വർക്ക് തുടങ്ങുള്ളൂ. അതും LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് അതും പൂർത്തീകരിക്കും. ഓക്കെ, സുകുമാരൻ K, NDAയുടെ പ്രതിനിധി, നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഇന്ത്യയിൽ കുടിവെള്ളം കിട്ടിയവരുടെ എണ്ണം പറഞ്ഞു, അതേപോലെ തന്നെ വൈദ്യുതി കിട്ടിയവരുടെ എണ്ണവും പറഞ്ഞു. യഥാർത്ഥത്തിൽ പറയേണ്ട കണക്ക് ഭൂമി കിട്ടിയവരുടെ കണക്കാണ് പറയേണ്ടിയിരുന്നത്. എത്ര ആളുകൾക്ക് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ഭൂമി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയിലാകെ നമുക്കതിൻ്റെ എണ്ണം എടുക്കണം എന്നാണ് BJPയുടെ സുഹൃത്തിനോട് പറയാനുള്ളത്.
കുറച്ച് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ചേരി ടാർപോളിൻ കെട്ടിയിട്ട് മറയ്ക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ്. ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം പെരുകി വരികയാണ്. കേരളമല്ല ഇന്ത്യ. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പുറത്തേക്ക് പോയാൽ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെയുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ആഭ്യന്തരത്തെ പറ്റിയോട് പറഞ്ഞു, അതിനെ സംബന്ധിച്ചൊരു മറുപടി പറയുക. ഭൂമി കിട്ടിയവരുടെ എണ്ണം പറയുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഉജ്ജ്വൽ യോജനയെ സംബന്ധിച്ച് പറഞ്ഞു, അവർക്ക് അവരുടെ സബ്സിഡി കൃത്യമായി വരുന്നുണ്ടോ, എന്തുകൊണ്ടാണ് 3 കൊല്ലം മുടങ്ങിയത്, പെട്രോളിൻ്റെ വില നമുക്ക് 50 രൂപയിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വളരെ പത്രസമ്മേളനം നടത്തി പരസ്യമായി പ്രഖ്യാപിച്ചാണ് കെ സുരേന്ദ്രൻ. ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് പെട്രോൾ കൊടുക്കുന്നത്, ഡീസൽ കൊടുക്കുന്നത് എന്നുകൂടി പറഞ്ഞാൽ ജനങ്ങൾക്കത് വ്യക്തമാവും. വളരെ പ്രസക്തമായൊരു കാര്യമാണ് ചോദിച്ചത്. ഭൂമി കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക പ്രദേശത്ത് ഭൂമി കൊടുക്കുന്നില്ല. ഭൂമി കൊടുക്കാൻ സാധിക്കില്ല. ഭൂമി വാങ്ങാനുള്ള സഹായമാണ് നൽകാൻ പറ്റുന്നത്. ആ ഭൂമി വാങ്ങാനുള്ള സഹായം ഇന്ത്യയിലെ 850ഓളം ബ്ലോക്കുകളിൽ നിലവിൽ നടപ്പിലാകുന്നുണ്ട്. ഭൂരഹിതരായ ആളുകൾക്ക്, നാമമാത്ര ഭൂമിയുള്ള ആളുകൾക്ക് ഭൂമി വാങ്ങാനുള്ള സംവിധാനം ഓൾറെഡി ഇന്ത്യയിലുണ്ട്. വ്യക്തിക്ക് ഭൂമി സൗജന്യമായി കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായി ഭരണകൂടത്തിൻ്റെ ഭാഗമല്ല. രണ്ടാമത്, അമേരിക്കൻ പ്രസിഡന്റ് വന്ന സമയത്ത് ടാർപോളിൻ ചേരിയൊക്കെ പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ ആദിവാസി കുടിലുകളിൽ പ്രസവിക്കാൻ ഗർഭിണിയായ 10 മാസം പ്രായമായ ആളുകളെ ചുമന്ന് കൊണ്ടുപോകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിലെ ആദിവാസി കുടിലുകളുടെ പട്ടിണി നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു താരതമ്യ പഠനം അനുയോജ്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രാജ്യം വികസിക്കണം. ഭൂമി അടിസ്ഥാന പ്രശ്നമാണ്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, പെട്രോളുമായി ബന്ധപ്പെട്ട് 50 രൂപയുടെ കാര്യം പറഞ്ഞു. എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കിയതാണ്. ചില ഭാഷയിലുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് ചില ആളുകൾക്കത് മനസ്സിലാകാത്തത് എൻ്റെ പ്രശ്നമല്ല. എന്തായാലും കേരളം അല്ല ഇന്ത്യ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളം ഇന്ത്യയല്ല എന്ന് ചിന്തിക്കുന്ന വിഭാഗീയ വിഭജന ചിന്തകൾക്ക് അത് പ്രോത്സാഹനം കൊടുക്കുന്നത് ഒരു വേറിടൽ വാദമാണ്. കേരളം തന്നെയാണ് ഇന്ത്യ, ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് കേരളം. ഇന്ത്യയിൽ നിന്ന് കേരളത്തെ അടർത്തിയെടുക്കാനുള്ള ആഗ്രഹം ചിലർക്കുണ്ടായേക്കാം. പക്ഷേ ഒരു നിമിഷം ചോദ്യത്തിലേക്ക്. ഈ 50 രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന് പറഞ്ഞത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് നൽകുവാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. BJPയുടെ വാഗ്ദാനമായിരിക്കുമല്ലോ അത്. അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ടാണ് നൽകാൻ കഴിയാതിരുന്നത്? എന്താണ് അതിനുള്ള തടസ്സം? BJPയുടെ സംസ്ഥാന അധ്യക്ഷനല്ല ആദ്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ട്. കേന്ദ്ര സർക്കാർ അടക്കമുള്ള, സംസ്ഥാന സർക്കാർ അടക്കമുള്ള ഗവൺമെൻറ്റുകളാണ് പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. കേന്ദ്ര സർക്കാർ ആനുപാതികമായി കുറയ്ക്കുന്നതനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 50 രൂപ പോകട്ടെ, 60 രൂപയ്ക്ക് കൂടി കൊടുക്കാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിയം ഡീസൽ മേഖല ഉൾപ്പെടുത്തുന്ന ടാക്സുകൾക്ക് ആനുപാതികമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ആ ടാക്സ് തീരുവ കുറയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം തീർക്കും. അതിന് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ തയ്യാറാകണം. സുകുമാരൻ കെയോടുള്ള രണ്ടാമത്തെ ചോദ്യത്തിന് LDF പ്രതിനിധിക്കുള്ള അവസരമാണ്. നിലവിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ആരോടും പ്രീണനമില്ല, തുല്യനീതി എന്നതാണ് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ നയം എന്നുള്ളത്. നിലവിൽ ഈ രാജ്യത്ത് ജീവിക്കണ, നിലവിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകും,
നിലവിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ഇവിടുത്തെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാരം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ എത്ര തുല്യനീതിയാണെന്ന് പറഞ്ഞാലും പശുവിൻ്റെ പേരിലാണെങ്കിലും പള്ളിയുടെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും ഒക്കെ സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ കണക്ക് തിരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിന് പോലും തുല്യനീതി എന്നതുപോലും ഒരു ന്യായമായി പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ബി ജെ പി പ്രതിനിധി സൂചിപ്പിച്ചത് ഈ ആഭ്യന്തരം ഏറ്റവും പ്രധാനപ്പെട്ടൊരു വകുപ്പാണ് എന്നുള്ളത് സൂചിപ്പിച്ചല്ലോ. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ നടന്നതിൻ്റെ പേരിൽ രാജിവെച്ചിട്ടുള്ള ആഭ്യന്തരമന്ത്രിമാരുണ്ട്. ഈ രാജ്യത്ത് NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള ഭീകരാക്രമണങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്താൻകോട്ട്, ഉറി, പെഹൽഗാം അടക്കം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അടക്കം എന്ത് ചെയ്യാണ്, ഇതേപോലെയുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ദേശീയത പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ ഈ രാജ്യത്ത് വർഗീയതയും മറ്റു ആളി കത്തിക്കുകയും, എന്നാൽ ഈ രാജ്യത്തിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരം പൂർണ്ണ പരാജയമാവുന്ന രീതിയിലേക്ക് ഇവിടുത്തെ BJP സർക്കാർ എത്തിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ പേരിൽ രാജിവെച്ച് മാറി നിൽക്കേണ്ട. അപ്പോൾ ഈ ഏറ്റവും ഇത് പറയുകയാണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് ഇതേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയും ഭീകരാക്രമണങ്ങൾ അത് നമ്മുടെ പ്രതിരോധ മേഖലയുടെ പൂർണ്ണ പരാജയമായതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ RSSൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തരമന്ത്രി രാജിവെച്ച് മാറേണ്ടതില്ലേ? ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രിമാർ ഉൾപ്പെടെ രാജിവെച്ച പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. എന്നാൽ നിരന്തരമായ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിയിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അത് തടയാനോ കേന്ദ്ര സർക്കാരിന് ആഭ്യന്തരമന്ത്രിക്ക് കഴിയുന്നില്ല. അതാണ് ചോദ്യം. നിരന്തരമായ ഭീകരാക്രമണം എന്നൊക്കെ പറയുന്നത് ഉള്ളിൽ അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ വാചകം ഒന്ന് പരിശോധിക്കണം. നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പ് 12,201 കലാപങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ നടന്ന കലാപത്തിന് എണ്ണ ഇത് BJP കണക്കല്ല ഞാൻ പറഞ്ഞത്. ആ കലാപങ്ങൾക്ക് സമാനമായി കഴിഞ്ഞ 10 വർഷക്കാലം സംഘടിതമായി കൃത്യമായി ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി കലാപമുണ്ടായി എന്ന് പറയാൻ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ തയ്യാറല്ല. ഇവിടെ ന്യൂനപക്ഷത്തിൻ്റെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗം BJPയെ സംബന്ധിച്ച് ന്യൂനപക്ഷമില്ല, BJPയെ സംബന്ധിച്ച് ഭൂരിപക്ഷവുമില്ല. BJPയെ സംബന്ധിച്ച് ന്യൂനപക്ഷവും ഭൂരിപക്ഷം അപ്പുറം ഈ നാട്ടിലെ പൗരന്മാരാണ്. ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ഹജ്ജിന് ഏറ്റവും കൂടുതൽ സബ്സിഡി നൽകിയത് അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന സമയത്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മറക്കരുത്. മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്കയകറ്റം മുനമ്പത്ത് ഭൂമി നഷ്ടപ്പെട്ട, അല്പം മുമ്പ് ഭൂമിയെ പറ്റി പറഞ്ഞല്ലോ, ആ ഭൂമി നഷ്ടപ്പെട്ട പട്ടിണി പാവങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം ഉയർന്നപ്പോൾ ആ മുനമ്പത്ത് അവരെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളടക്കം ദേശീയ ജനാധിപത്യത്തിന്റെ ഭാഗമായി വരുന്നത്. ചോദ്യം ഭീകരാക്രമണവും ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും, അതിനെപ്പറ്റി വിശദീകരണം. ഓക്കെ, ഈ ഭീകരാക്രമണം ഒരിക്കലും നടക്കാനും പല ഒന്നാണ്, ഒരു തർക്കവും വേണ്ട. ഏത് സർക്കാർ ഭരിക്കുമ്പോഴും ഭീകരാക്രമണം ഉണ്ടാകാനും പാടില്ല. BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അതിന് താൽക്കാലികമായി ഒരു പ്രതികാര നടപടിക്കപ്പുറം ഭീകരാക്രമണത്തിന് സഹായകമായ വസ്തുതകൾ ഭാരതത്തിനകത്ത് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരറക്കുന്ന ദീർഘദൂര പദ്ധതികളാണ് NDA ആഗ്രഹിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളെയും കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ NDA പ്രതിജ്ഞാബദ്ധമാണ്. പ്രിയമുള്ളവരെ, ആദ്യ സെഗ്മെന്റ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ഏറെ വിശേഷപ്പെട്ടതാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തെ
ഇഴകീറി പരിശോധിക്കുന്ന രണ്ടാമത്തെ സെഗ്മെന്റിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉഴൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് നടന്ന പ്രവർത്തനങ്ങളെ പരിശോധിക്കുകയാണ്.